മലബാറിലെ കൂട്ടക്കൊല തൊട്ടിട്ട് അതെ മാറാട് സംഭവം വരെയുള്ള നിരന്തര കൊലപാതകങ്ങളുടെ ശൃംഖലയാണ് ഇസ്ലാമിക തീവ്രവാദികളുടെ സംഭാവന. ഇനി കമ്മ്യൂണിസ്റ്റുകാരുടേത് അത് കേരളത്തിൽ നിന്ന് പറയേണ്ട ആവശ്യമില്ല. ജയകൃഷ്ണ മാസ്റ്ററെ വധിച്ചു കഴിഞ്ഞിട്ട് ആ കണ്ണ് ചൂടിനെടുത്തെന്നാ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാവിനെ വിരൽ ചൂണ്ടി സംസാരിച്ചതിന് ആ മൃതശരീരത്തിന്റെ വിരൽ മുറിച്ചെടുത്ത് ആ സഖാവിന്റെ കാൽക്കൽ കൊണ്ട് വെച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. 1950-കളിൽ അമേരിക്ക ചൈനയ്ക്കെതിരെ പ്രവർത്തിച്ചിരുന്നു. അത് ചൈനയ്ക്കെതിരെ ആയിരുന്നില്ല, അത് കമ്മ്യൂണിസത്തിനെതിരെയായിരുന്നു. 90% ജോ ബൈഡൻ തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തന്നെ സാധ്യത കാണുന്നു. നമസ്കാരം. സീക്കിംഗ് ദ ട്രൂത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ശ്രീ കെ വി രാജശേഖരൻജി എന്നോടൊപ്പം ഉണ്ട്. രാജശേഖരൻജി, കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഈ അമേരിക്കൻ ഇലക്ഷനെക്കുറിച്ചും ട്രംപിന് നേരെയുണ്ടായ വധശ്രമത്തെക്കുറിച്ചും അങ്ങ് സംസാരിച്ചപ്പോൾ അങ്ങ് വളരെ രസകരമായ പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം ഭാരതത്തിലെ ഒരു സാഹചര്യവുമായി ഇതിനെ ബന്ധപ്പെടുത്തി അങ്ങ് ഒരു കാര്യം പറഞ്ഞു. അതുതന്നെയാണ് ഈ ഒരു വിഷയം എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും ഇതേ കാര്യമാണ്. ട്രംപിന് എതിരെ അവിടെ പ്രവർത്തിക്കുന്ന ശക്തികളെക്കുറിച്ചും അതേ ശക്തികൾ ഭാരതത്തിലുള്ളതിനെക്കുറിച്ചും അങ്ങ് പറഞ്ഞു. എങ്ങനെയാണ് അങ്ങനെ ഒരു ബന്ധിപ്പിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് അങ്ങനെ ഒരു ഘടന ഉണ്ടാകുക? അന്ന് പറഞ്ഞപ്പം മനസ്സിലില്ലായിരുന്ന ഒരു കാര്യം നമ്മൾ ഒന്നിച്ചിരുന്നപ്പോൾ ഇപ്പോൾ വന്നു. അതെ, ഭാരതത്തിലേക്ക് കൊണ്ടുവരുമ്പം മഹാഭാരതത്തിലെ ഒരു ഉദാഹരണത്തിലേക്ക് പോവുക. കുരുക്ഷേത്രത്തില് കർണന്റെ ഏറ്റവും അപകടകരമായ അസ്ത്രം അർജുനന്റെ തലയ്ക്ക് നേരെ വന്നപ്പം ഭഗവാൻ രഥം ഒന്ന് ചെറുതായിട്ട് ചവിട്ടി താത്തു. ആ നിമിഷം കൊണ്ട് കിരീടം മാത്രം എടുത്തോണ്ട് അസ്ത്രം പോയി എന്ന് പറഞ്ഞ പോലാണ് ട്രംപ് അപ്രതീക്ഷിതമായിട്ട് ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ തലയും തിരിഞ്ഞു. ആ തിരിയലില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അല്ല 100% അത് തലയോട്ടിയുടെ പിൻഭാഗത്തൂടെ കയറി ഇറങ്ങി ട്രംപ് എന്ന് പറഞ്ഞതുപോലെ എതിർപക്ഷം ആഗ്രഹിച്ചതുപോലെ ട്രംപ് ഉണ്ടാകുമായിരുന്നില്ല. അതിന്റെ ഫലമായിട്ട് അമേരിക്കയിൽ എന്തെല്ലാം ആന്തരിക പ്രശ്നങ്ങളും ലോകത്ത് തന്നെ എന്തെല്ലാം റിപ്പർക്കഷൻസും ഉണ്ടാകും എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു വിഷയമാണ്. അപകടകരമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടത്. ഇത് ഞാനെന്ന് പറഞ്ഞത് ഭാരതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാരതത്തിൽ ഇപ്പൊ അടുത്ത ദിവസം ഇന്നലെ മിനിഞ്ഞാന്നൊരു വിധി വന്നു. അജ്മീറിലെ ഒരു ലോവർ കോർട്ടിൽ നിന്നാണ്. അതായത് നുപൂർ ശർമ്മ പ്രവാചക നിന്നെന്നും പറഞ്ഞ് പ്രവാചക ഒന്നുമില്ല ഒരു ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു ഉദ്ധരണി പറഞ്ഞു. അവരെ ഒരു ചർച്ചയിൽ ഹിന്ദുവിനെ ആക്രമിച്ചപ്പം മറുപടിയായിട്ട് പറഞ്ഞു അത് പ്രവാചക നിന്ദയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ വേട്ടയാടി. അജ്മീറിലെ ആ മതമൗലികവാദി ഒരു പുരോഹിതനാണ്. അദ്ദേഹം പറഞ്ഞത് സർ തൻസെ ജുഡാവു എന്നാ പറഞ്ഞത്. തല ശരീരത്തിൽ നിന്ന് മുറിച്ച് മാറ്റിയേക്കാൻ, മുറിച്ച് തോട്ടിലെറിയാൻ എന്ന് പറഞ്ഞ വീഡിയോ അന്നും ഇന്നും ലോകം മുഴുവൻ പ്രചരിക്കുന്നുണ്ട്. പറഞ്ഞത് ആരാന്നും വളരെ വ്യക്തമാണ്. പക്ഷെ കോടതി പറയുന്നത് അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ലെന്നാണ്. കോടതി അലക്ഷ്യം ഉദ്ദേശിക്കുന്നില്ല ഞാൻ. പക്ഷെ അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പം ഭാരതത്തിലെ സാഹചര്യം എത്ര അപകടകരമാണെന്ന് മനസ്സിലാക്കണം. അതൊരു കാര്യം. ഭാരതത്തിൽ ഈ അമേരിക്കയിലെ അന്ന് പറഞ്ഞ പോലെ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിന് എതിരെയുള്ള ആ അക്രമത്തിന്റെ ശൈലിയും സാഹചര്യവും അതിനെ പ്രേരിപ്പിക്കുന്ന ശക്തികളും, അങ്ങനെ ഒരു അക്രമം ഉണ്ടായാൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പിന്നിൽ നിൽക്കുന്ന ആളുകളും രണ്ട് സ്ഥലത്തും ഒരുപക്ഷെ സമാന ശക്തികളാണ്. അവിടെയാണ് ഇതിന് പ്രാധാന്യം നിലനിൽക്കുന്നത്. ഇവിടെയും ഇപ്പൊ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അത് തന്നെയാണ് എടുക്കുന്നത്. പ്രധാനമായിട്ടും പ്രധാനമന്ത്രിക്കെതിരെയുള്ള ആ ത്രെറ്റ് പെർസെപ്ഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനെതിരെയുള്ള ഭീഷണിയുടെ അവസ്ഥ, അളവ് എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്, വളരെ കൂടുതലാണ്. രണ്ട് കാരണം. ഒന്ന്, ഈ ഒരു സാഹചര്യം അമേരിക്കയിൽ ഉണ്ടാക്കിയെടുത്ത പശ്ചാത്തല രാഷ്ട്രീയം, അതിന്റെ സാഹചര്യം ഒന്ന്. ഭാരതത്തിലും അത് തന്നെ. ഇവിടെയും അവിടെയും ഒരു പക്ഷത്തെ ഇസ്ലാമിക തീവ്രവാദികൾ,
ഒരു പക്ഷത്ത് കമ്മ്യൂണിസ്റ്റ് ചൈന, വേറൊരു പക്ഷത്ത് ശരിക്കും രാഷ്ട്രീയ അധികാരം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം. ഈ മൂന്ന് കൂട്ടരാണ്. ഒരു കൂട്ടരും കൂടെ ഉണ്ട്, തനി അരാജകവാദികൾ. എങ്ങനെയും കുഴപ്പങ്ങൾ മാത്രം ഉണ്ടാക്കുക, അത് എങ്ങനെയാകട്ടെ, അതും രണ്ട് രാജ്യങ്ങളിലുണ്ട്. അതാണ് ഈ ഓക്കിസത്തിന്റെ പ്രത്യേകത. ഓക്കിസം, അതെ അതെ. ഒരുപക്ഷെ അത് വേറൊരു വിഷയമാണെങ്കിലും ഓക്കിസത്തിന്റെ ജന്മഗ്രഹം നമ്മളെ കേരളമാണെന്ന് പറയേണ്ടി വരും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളാണ് ഓക്കിസം ലോകത്തിൽ ആദ്യം പ്രായോഗികമായി പരിശീലിച്ചതെന്നാണ് എന്റെ പക്ഷം. അതോടെ നിൽക്കട്ടെ. പക്ഷെ പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് അമേരിക്കയിലെ ഈ അരാജകത്വവും, അങ്ങനെ ജോ ബൈഡനെ സ്വാഭാവികമായിട്ടും അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ജോ ബൈഡന് അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സിന് വിജയിക്കാൻ സാഹചര്യമുള്ള അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വരുന്നതിന് ഉള്ള അവസ്ഥയുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ പോലും ഒരു മുൻകരുതലായിട്ടായിരിക്കാം ഡൊണാൾഡ് ട്രംപിനെ ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചത്. ആ വിചാരിച്ചെടുത്തുനിന്ന് കാര്യങ്ങൾ മാറി മറിയാൻ പോവുകയാണ്. മിക്കവാറും 90% ജോ ബൈഡൻ തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തന്നെ സാധ്യത കാണുന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കോവിഡാണ്, ഐ ആം സിക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്വയം ഐസൊലേഷനിലേക്ക് പോയിരിക്കുന്നു. അത് വീണ്ടും ആരെങ്കിലും, അത് കമലാ ഹാരിസ് വരുമെന്നൊന്നും ഇന്ത്യക്കാർ പ്രതീക്ഷിക്കൊന്നും വേണ്ട. അവിടെയാണ് ബാരക് ഹുസൈൻ ഒബാമ, മുഴുവൻ പേര് ശ്രദ്ധിക്കുക, ബാരക് ഹുസൈൻ ഒബാമ. ആ മനുഷ്യന്റെ രാഷ്ട്രീയ കുതന്ത്രങ്ങളാണ് ഒരുപക്ഷെ അമേരിക്കയിലും അതിനപ്പുറം ഇന്ത്യയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഇന്ത്യയിലെ കാര്യം ഒന്നേ സൂചിപ്പിച്ചോട്ടെ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. കേജ്രിവാളിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും അടുത്ത രാഘവ് ചഡ്ഡ, കേജ്രിവാൾ ജയിലിൽ പോയപ്പോൾ രാഘവ് ചഡ്ഡ ഇവിടെ ലണ്ടനിലായിരുന്നു. അവിടെ വെച്ച് കണ്ട കൂട്ടത്തിൽ ഒന്ന് ബാരക് ഒബാമ ഉണ്ടെന്നാണ് അൺകൺഫേംഡ് റിപ്പോർട്ട്സ്. കണ്ടെന്ന്. അപ്പം ഒബാമയ്ക്കും ചൈനയോടും പാകിസ്ഥാൻ ഇസ്ലാമിക തീവ്രവാദികളോടും ഒക്കെ ചേർന്നുള്ള ഒരു അന്തർദേശീയ രാഷ്ട്രീയത്തിന്റെ ആവശ്യമുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നമ്മളും നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ലോകമാകെ പരന്നു കിടക്കുന്ന, അല്ലെങ്കിൽ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള, അങ്ങനെ ഒരു പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്, അല്ലേ? ഒരു സംശയവുമില്ല. അങ്ങ് ഓർമ്മിച്ചതിന് വളരെ നന്ദി. അതായത് ഡൊണാൾഡ് ട്രംപ് എന്താ പറയുന്നത്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, മാഗ. നരേന്ദ്രമോദി പറയുന്നത് എന്താണ്, ഭാരത് കോ വികസിത് ഭാരത്, ആത്മനിർഭർ ഭാരത്, ശ്രേഷ്ഠ ഭാരത്. ഇതാണ് മോദി പറയുന്നത്. രണ്ടു കൂട്ടരും ദേശീയതയുടെ ആളുകളാണ്. പക്ഷെ അവരുടെ ദേശീയത സകാരാത്മക ദേശീയതയാണ്. അമേരിക്ക വളരുന്നതിന് ഇന്ത്യക്ക് വിരോധമൊന്നുമില്ല, ഇന്ത്യ വളരുന്നതിന് അമേരിക്കയ്ക്കും വിരോധമില്ലാത്തൊരു രാഷ്ട്രീയം. പക്ഷെ ഇതിനെ ദേശീയതയെ എതിർക്കുന്നവര്, ദേശീയതയുടെ ശക്തികള്, ഒരുപക്ഷെ വേണമെങ്കിൽ അവർക്ക് വലതുപക്ഷം എന്ന് വിളിക്കാം, ഞാനിത് ശരിപക്ഷം എന്ന് വിളിക്കുള്ളൂ, റൈറ്റ്, രാഷ്ട്രീയത്തിന്റെ റൈറ്റ് സൈഡിലുള്ള ആളുകൾ. ജപ്പാനിൽ ആക്രമണം ഉണ്ടായി, ഇംഗ്ലണ്ടിൽ പരിശ്രമങ്ങളുണ്ടായി, ഫ്രാൻസിൽ നമ്മളിപ്പോ കാണുന്നു. അവരെ പരാജയപ്പെടുത്തി ഇടതുപക്ഷത്തിന് എന്തോ ഒരു മുൻകൈ വന്നു എന്ന് പറഞ്ഞിട്ട് തെരുവിൽ തീയിടുന്നത് നമ്മൾ കാണുന്നു. വേണ്ട, ഇസ്രായേലിന്റെ കാര്യത്തില് അവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരെയുള്ള ആക്രമണം നടക്കാൻ നോക്കുന്നു. അങ്ങനെ ലോകവ്യാപകമായിട്ട് കുഴപ്പങ്ങള് സൃഷ്ടിച്ചെടുക്കുക, വെടക്കാക്കി തനിക്കാക്കാൻ എന്ന് പറയുന്നത് പോലെ ആ ഒരു പരിശ്രമം. ഇവിടെ ഓർക്കേണ്ട പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. 1950-കളിൽ അമേരിക്ക ചൈനയ്ക്കെതിരെ പ്രവർത്തിച്ചിരുന്നു. അത് ചൈനയ്ക്കെതിരെ ആയിരുന്നില്ല, അത് കമ്മ്യൂണിസത്തിനെതിരെയായിരുന്നു. തിരിച്ചു വരും. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, സോവിയറ്റ് യൂണിയനും ഒരു സമയത്ത് ചൈനയൊക്കെ തിരിച്ച് അമേരിക്കക്കെതിരെ ഇടപെട്ടത് മുതലാളിത്ത കാഴ്ചപ്പാടിനെതിരെയായിരുന്നു. ഇന്ന് സാഹചര്യം മാറി. ഇന്ന് ഷീ ജിൻപിങ് കമ്മ്യൂണിസ്റ്റ് അല്ല, പിണറായി വിജയൻ പോലും കമ്മ്യൂണിസ്റ്റ് ഇല്ലാത്ത കാലമാണ്. ഇന്നെന്ന് പറയുന്നത് കമ്പോളം പിടിച്ചെടുക്കാനുള്ള, ലോകത്തിന്റെ വിപണി പിടിച്ചെടുക്കാനും ലോകത്തിന്റെ സാമ്പത്തിക ശക്തി സ്വന്തമാക്കുവാനും മത്സരമാണ്. തങ്ങളെ മറ്റുള്ളവർക്ക് മുകളിൽ കയറ്റി വയ്ക്കുന്നതിനുള്ള മത്സരമാണ്.
ആ വിപണിക്ക് വേണ്ടിയ മത്സരത്തില്, അതായത് നമ്മൾ പറഞ്ഞ മാർക്കറ്റ് കോമ്പറ്റീഷനകത്ത് ആ നേട്ടം മാത്രമാണ് വിഷയം. അതിനാണ് അമേരിക്ക ചൈന ഇല്ലാതാക്കാൻ നോക്കുന്നതും ചൈന അമേരിക്ക ഇല്ലാതെ നോക്കുന്നതും പാകിസ്ഥാനിലൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യുന്നത്. ഒരു ചോദ്യം ഇവിടെ വരാം, പ്രേക്ഷകരിൽ ആരെങ്കിലും ചോദിക്കാൻ സാധിച്ച ചോദ്യമായത്. ഈ അമേരിക്കയും ചൈനയും ഒക്കെ പരസ്പര വൈരുദ്ധ്യങ്ങളുള്ള രാജ്യമല്ലേ? പാകിസ്ഥാനും വൈരുദ്ധ്യമുണ്ടല്ലോ. ഈ മൂന്ന് കൂട്ടരും കൂടെ ഒന്നിച്ച് ഭാരതത്തെയോ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെയോ എതിർക്കെന്ന് പറയുമ്പം അതിലെന്ത് ലോജിക്കാന്ന് ചോദിക്കാമല്ലോ. തീർച്ചയായിട്ടും അവിടെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവാണ് 2004 ഇലക്ഷന് ശേഷം ഭാരതം കണ്ടത്. അതെന്താന്ന് പറഞ്ഞാൽ, എതിരാളിയെ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്താൻ പറ്റില്ലെന്ന് ഉറപ്പായപ്പം ഭാരതത്തിന്റെ ദേശീയ ശക്തിയായ അന്നത്തെ അഡ്വാനിയുടെ നേതൃത്വത്തിലും വാജ്പേയിയുടെ നേതൃത്വത്തിലും ഉണ്ടായിരുന്ന രാഷ്ട്രീയ ശക്തിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ഉറപ്പ് വന്നപ്പോഴാണ് ചൈനയും പാകിസ്ഥാനും അമേരിക്കയും എല്ലാം കൂടെ ഒന്നിച്ചു നിന്ന് അവർക്ക് ഭാരതത്തിനുള്ളിലുള്ള ആളുകളെ കൂട്ടുപിടിച്ച് ഒരു UPA ഉണ്ടാക്കി അവർക്ക് ഭരണം കൊടുത്തത്. അതിനുശേഷം നമ്മൾ കണ്ടു പരസ്പരം അടിയായിരുന്നു. പിന്നെ അടി മാത്രമല്ല, വലിയ അഴിമതിയിലേക്ക് കാരണം ഉണ്ടായി. മൻമോഹൻ സിംഗിന് താല്പര്യം അമേരിക്കയ്ക്ക് സൗകര്യം കൊടുക്കാൻ, സോണിയയ്ക്ക് എഗ്രിമെന്റ് ഉള്ളത് കൊണ്ട് ചൈനയ്ക്ക് സഹായിക്കാൻ, മറ്റൊരു കൂട്ടർക്ക് പാകിസ്ഥാനെ സഹായിക്കാൻ. അപ്പൊ വിജയിച്ച് കഴിയുമ്പോഴത്തേക്ക് തമ്മിലടി ആരംഭിക്കും. കേരളം കൂടുതൽ കണ്ടതായത് 2024 ഇലക്ഷന് പോലും കണ്ടതാ. ദേശീയ ശക്തികളെ എതിർക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ചാണ്. പക്ഷെ അവസാനം എന്തുണ്ടായി? ആവേശപൂർവ്വം പൗരത്വ ഭേദഗതി ബില്ലിനും എല്ലാം എതിരെ ഒന്നിച്ചിരുന്നത്, മോദിക്കൊക്കെ എതിരെ ഒന്നിച്ചിരുന്നെങ്കിലും ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് UDF എല്ലാ സീറ്റും പിടിച്ചുകൊണ്ട് പോയി. പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റും ഇടതുപക്ഷവും മലയാളത്തിൽ പറഞ്ഞ ഗോപി വരച്ചു. ഈ സംഘർഷം പിന്നെ ഉണ്ടാവും. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ അവരുടെ നോട്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഇന്ത്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും കയ്യിലെടുക്കാവുന്ന നോട്ടം ഇവരുടെ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ രാജ്യങ്ങളുടെ രാഷ്ട്രീയ അധികാരവും സാമ്പത്തിക ശക്തിയും തങ്ങളുടെ പരിധിയിൽ നിർത്താൻ പറ്റുന്നത് എങ്ങനെയാണെന്നത് മാത്രമാണ് നോട്ടം. അവിടെ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. ഈ കോവിഡ്, കൊറോണ വൈറസിനെ സൃഷ്ടിച്ചെടുത്തത് ചൈനയുടെ വുഹാൻ ലാബിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനകത്ത് അമേരിക്കയുടെ കോൺട്രിബ്യൂഷൻ മാത്രമുണ്ട്. അമേരിക്കയുടെ ഫണ്ടും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് ചൈന. അത് ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്, വിവാദമാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അങ്ങനെ പോലും സഹകരിച്ചു കഴിഞ്ഞ് വൈറസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് അമേരിക്കയ്ക്ക് തന്നെ അപകടമായിട്ട് മാറി, ലോകത്തിന് അപകടകരമായിട്ട് മാറി. അപ്പൊ ചുരുക്കത്തില് ഇവരെല്ലാം ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നു പറയുമ്പോഴും ഒന്നിച്ചൊരു വഴിക്ക് പോകുമ്പോഴും അവസരം കിട്ടിയാൽ പരസ്പരം കത്തിയെടുക്കുന്ന കൂട്ടര് തന്നെയാണ്. അത് രാഷ്ട്രീയത്തിലും എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ രാഷ്ട്രീയത്തിലേക്ക് ഒരു കാര്യം ഓർക്കുക, അവിടെ ഭാരതത്തിലെ പോലെ 2 ടേമിക്കുള്ള ഒരാൾക്ക് പ്രസിഡന്റ് ആകാൻ പറ്റില്ല. അതുകൊണ്ട് ബാരക് ഒബാമയ്ക്ക് 3ാമതൊരു ടേൺ കിട്ടില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഭാര്യ മിഷേലിനെ പ്രസിഡന്റ് ആക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം. അതിന് പറ്റുന്ന തരത്തില് 2020 ഇലക്ഷന് നല്ല പ്രായം കൂടിയ ജോ ബൈഡനെ നിർത്തി. സ്വാഭാവികമായിട്ട് വന്നു കഴിഞ്ഞാൽ ജോ ബൈഡൻ സെക്കൻഡ് ടൈമിന് വരില്ല. കമല ഹാരിസിലേക്ക് പോകുന്നതിനുള്ള സാധ്യത വളരെ ഇപ്പോഴും വിരളമാണ്. വളരെ ദൂരെ കൂട്ടിയുള്ള ഒരു പദ്ധതിയാണ്. അതിന്റെ പദ്ധതിയാണ് പ്രധാനമായിട്ടും ഈ നമ്മുടെ ബാരക് ഹുസൈൻ ഒബാമ മുഴുവൻ പേരും പറയണം. ഇവിടെ അവിടെ ഒരു രീതി ഉണ്ടല്ലോ, ബാരക് ഹുസൈൻ ഒബാമയും മുഴുവൻ പേര് പറയില്ല. രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും സ്വന്തം പേര് പറയുക പോലുമില്ല. ഇതെല്ലാം ഒരേ സിസ്റ്റമാണ്. രാഹുൽ വിൻസിനെ പറഞ്ഞു കേൾക്കാറുണ്ട്? ഇല്ലല്ലോ. അതല്ലേ യഥാർത്ഥ പേര്. ശരിക്കും വിശ്വസിക്കുന്നുണ്ട് രാഹുൽ വിൻസ്? ഉണ്ട്. ഇല്ലെന്ന് ഇതുവരെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ എനിക്കൊരു പേരില്ലെന്ന്. അതുപോലെ നമ്മൾ അതല്ല വിഷയം. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ബാരക് ഹുസൈൻ ഒബാമയുടെ അജണ്ടയ്ക്ക് അനുസരിച്ചിട്ടാണ് ഈവൻ ഞാനത് പറയാൻ വളരെ മടിക്കുന്നുണ്ടെങ്കിലും പറയുകയാണ്, ഈ കോവിഡിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം, ആ വൈറസിനെ ഡെവലപ്പ് ചെയ്ത് നടത്തിയ അന്വേഷണം
പക്ഷെ പറ്റിപ്പോയ ഒരേ ഒരു അപകടമേ ഉള്ളൂ, അവർ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് തന്നെ ആ വിനി സാധനം എങ്ങനെയാണെങ്കിലും പുറത്തു വന്നു. അങ്ങ് ഈ പറയുന്നതിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത്തരം ഒരു ഇക്കോസിസ്റ്റം ഉണ്ട്, ഇവരെല്ലാം തമ്മിൽ പരസ്പരം വളരെ അദൃശ്യമായ ബന്ധങ്ങൾ, വളരെ ശക്തമായ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട്. അപ്പം ഈ ഇക്കോസിസ്റ്റത്തിൽ ചേരാത്ത രണ്ട് വ്യക്തികളാണോ ട്രംപും മോദിയും? തീർച്ചയായിട്ടും. കാരണം ട്രംപിന്റെ കാര്യത്തിൽ ട്രംപ് കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ട്രംപിന്റെ ഒരു വളരെ പ്രശസ്തമായ 4.5 മിനിറ്റിനുള്ളിൽ പ്രസംഗമുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട്, കുടികയറ്റക്കാരെ ഞാൻ അനുവദിക്കില്ല. അതായത് ഇല്ലെജിറ്റിമേറ്റ് ഇല്ലീഗൽ എൻക്രോച്ചേഴ്സിനെ അനുവദിക്കത്തില്ല, ഇമിഗ്രേറ്റ്സിനെ അനുവദിക്കത്തില്ല. പക്ഷേ അമേരിക്കയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ കഴിവുള്ള ആൾക്കാർക്ക്, വിദ്യാഭ്യാസവും വിവരവും സാങ്കേതിക ജ്ഞാനമുള്ളവർ, യു ആർ വെൽക്കം. വളരെ കൃത്യമാണ്. ഇസ്ലാമിക തീവ്രവാദികളെ അനുവദിക്കില്ല. പാലസ്തീന് വേണ്ടി ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവനെ എന്റെ അതിരിനകത്തേക്കാൻ അനുവദിക്കില്ല. മെക്സിക്കോയുടെ ഭിത്തി ഞാൻ വീണ്ടും കെട്ടും. അതുപോലെ വേറൊരു കാര്യം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. നാറ്റോ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുമായിട്ട് ബന്ധത്തിൽ ഒരു കാര്യം കൃത്യമായി പറഞ്ഞു. ഈവൻ തൈവാനോട് പോലും നിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി, നിങ്ങളുടെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ സഹായിക്കാൻ തയ്യാറാണ്. പക്ഷെ യു ഹാവ് ടു പേ ഫോർ ദാറ്റ്. സൗജന്യ സഹായമില്ല. തൈവാനോട് കൃത്യമായി പറഞ്ഞു. ചൈനയുടെ കാര്യത്തിൽ പോലും 100% ഞങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് ഇൻഷുർ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾക്ക് കോസ്റ്റ് അല്ല, അതിലൊരു ശരിയുണ്ട്. കാരണം അമേരിക്കൻ ടാക്സ് പെയർ, അദ്ദേഹത്തിന്റെ കൃത്യമായ വാചകം അതാണ്, അമേരിക്കൻ ടാക്സ് പേയേഴ്സ് മണി ഈസ് നോട്ട് മെന്റ് ഫോർ സച്ച് പർപ്പസസ്. അത്തരം കാര്യങ്ങൾക്കല്ല. വളരെ കൃത്യമായിട്ടാണ്. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഉക്രൈനുമായും റഷ്യയും ഉക്രൈനുമായുള്ള സംഘർഷം ഞാൻ നിർത്തും. ഇസ്രായേലും പാലസ്തീനുമായുള്ള സംഘർഷം നിർത്തും. ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സംഘർഷം ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു കാര്യമുണ്ട്. വേണേ ചോദിക്കാം, അത് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ തള്ളല്ലെന്ന് ചോദിക്കാം. അല്ല, ശരിക്കും അങ്ങനെയല്ല. കാരണം നമ്മൾ ബാരക് ഒബാമയെ സമാധാനത്തിന്റെ ആളായിട്ടൊക്കെ കാണുമെങ്കിലും ബാരക് ഒബാമയാണ് പല വലിയ യുദ്ധങ്ങൾക്കും ഇല്ലേ അമേരിക്കൻ സൈന്യത്തെ പറഞ്ഞു വിട്ടത്. അതേസമയത്ത് ട്രംപിന്റെ കാലത്ത് അങ്ങനെ ഒരു യുദ്ധം പോലും വിദേശത്ത് അമേരിക്കൻ സേനയ്ക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് വായിച്ചിട്ടുണ്ട്. അവിടെ 2 സമാനതകള്. ട്രംപിന്റെ കാലത്ത് ലോകത്ത് യുദ്ധം ഉണ്ടായിട്ടില്ല. അതിന് ഞാൻ ആദ്യം പറഞ്ഞത് പൂരിപ്പിച്ചോട്ടെ. കാര്യം വേറൊന്നുമില്ല, ഞങ്ങൾ ഫണ്ട് കൊടുക്കില്ല. ഉക്രൈൻ യുദ്ധത്തിന് അമേരിക്ക ഫണ്ട് കൊടുക്കില്ല എന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് യുദ്ധം അവസാനിക്കും. ആ യുദ്ധം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാക്കുകയില്ല. പക്ഷെ ഇതിനൊരു കാര്യമുണ്ട്, ഉക്രൈന് കൊടുക്കുന്ന പണം പോലും അമേരിക്കയിലേക്ക് തിരിച്ചു വരിക ചെയ്യുന്നത്. ആയുധ ലോബി. അപ്പം ഇത് പക്ഷെ പറയുന്നുണ്ട്, ആയുധമൊക്കെ ഞങ്ങൾ തരാം, പക്ഷെ യു പേ ഫോർ ഇറ്റ്. അല്ല, ഞങ്ങൾ സഹായം ചെയ്തിട്ട് ആ ഒരു സർക്കിളുണ്ട്, ഒരു വിഷ്യസ് സർക്കിളാണ്. അതെ, അതുണ്ട്. അതിന് അദ്ദേഹം തയ്യാറല്ല. അപ്പൊ ലോകത്തിന്റെ പിന്നെ അങ്ങ് പറഞ്ഞ പ്രധാന കാര്യം, ഡൊണാൾഡ് ട്രംപിന്റെ കാലമാണ്. അവിടെ ഞാൻ 2 സമാനതകൾ പറയാം. ഡൊണാൾഡ് ട്രംപിന്റെ കാലമാണ് അമേരിക്ക ഇടപെട്ട് ലോകത്ത് എവിടെയെങ്കിലും കാര്യമായ നല്ല ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല. ആദ്യം നോർത്ത് കൊറിയയൊക്കെ നേരിട്ട് ഞങ്ങൾ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമായിരുന്നു. ചൈനയും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എങ്ങ് യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന ആളുകളുടെ സമയത്തൊക്കെ അവിടെ ഇവിടെയും അഫ്ഗാനിസ്ഥാനിലും അവിടെ ഇവിടെ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ ഒരു കാര്യമാണ് നരേന്ദ്രമോദിയുടെ കാര്യവും. മോദിയുടെ ഭരണകാലത്ത് എവിടെയെങ്കിലും ഒരു വർഗീയ സംഘർഷം ഉണ്ടായിട്ടില്ല. അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ നേരിട്ട് ശരിക്കും എനിക്ക് തോന്നുന്നു സമയത്തിന്റെയും കൂടെ പരിമിതിയിലേക്ക് വരുമ്പോൾ ഞാൻ ഇത് അങ്ങ് ഈ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന വേറൊരു പ്രധാന കാര്യം, ഈ പറയുന്ന ആന്റി നാഷണൽ ഫോഴ്സസിന് ലോകമെമ്പാടുള്ള ഇവരുടെ അവർ ഈ നടത്തുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള കാണാത്ത യുദ്ധത്തിന് അവരുപയോഗിക്കുന്ന പ്രധാന ടെക്നിക്ക് ഈ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുകയാണ്. ട്രംപ് സമാധാനത്തിൻ്റെ ആള് എന്ന് ഒരിക്കലും ആരും പറയത്തില്ല. അതേസമയത്ത് ബറാക് ഒബാമയെക്കുറിച്ച് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരണഘടന അട്ടിമറിക്കാൻ പോകുന്നു. ഭരണഘടന യഥാർത്ഥത്തിൽ മറിച്ച ചരിത്രമുള്ളവരാണ്
മോദി ഭരണഘടനയെ തൊട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആർട്ടിക്കിൾ 370 യഥാർത്ഥത്തിൽ എല്ലാവർക്കും സമാധാനമാണ്. ഈവൻ കോൺഗ്രസിന് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് ചെയ്യാൻ മോദിക്ക് സാധിച്ചു എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ദേശസ്നേഹികളായ എല്ലാവരും ചിന്തിക്കുന്നതാണ്, ഏത് പാർട്ടിക്കാരായാലും. അപ്പം ഈ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്നതിൽ ഇവർക്കുള്ള ആ കഴിവിനെ, അതിനെ എങ്ങനെ എതിർക്കാൻ സാധിക്കും, എങ്ങനെ തോൽപ്പിക്കാൻ സാധിക്കും? ഈ നറേറ്റീവ്സ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഈ ഇന്റർനാഷണൽ ലോബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, രണ്ടു കൂട്ടരും അമേരിക്കയിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന ശൈലി ഒരേ ശൈലിയാണ്. അവിടെ ഇപ്പൊ ഉദാഹരണത്തിന് ജോ ബൈഡൻ പറഞ്ഞു ട്രംപിന്റെ മുന്നിൽ ഒരു ബുൾസൈ ഫിറ്റ് ചെയ്യണമെന്ന്. ഈ തരത്തില് ഹിലാരി ക്ലിന്റൺ പറഞ്ഞു. അവരെല്ലാം ആവർത്തിക്കുന്നു, ഏറ്റവും വലിയ അപകടകാരിയാണ് ജോ ബൈഡൻ, ഇമിഗ്രൻസിന് പ്രശ്നം ഉണ്ടാക്കും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലീഗൽ ഇമിഗ്രൻസിന് ജോ ബൈഡൻ അല്ല, ട്രംപ്. അതിന് അദ്ദേഹം കാര്യങ്ങൾ വൈസ് പ്രസിഡന്റ് തന്നെ കണ്ടില്ലേ. അവിടുത്തെ ഏറ്റവും താഴ്ന്ന ഒരു ലേബർ ക്ലാസ് സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന JD വിൻസിനെയാണ് അദ്ദേഹം അവിടെ വൈസ് പ്രസിഡന്റ് നിർത്തി. 39 വയസ്സേ ഉള്ളൂ. പ്രായത്തിന്റെ കാര്യം ബാലൻസ് ചെയ്ത് 78 നേരെ 39 വയസ്സേ ഉള്ളൂ. ഇന്ന് പറഞ്ഞെന്താണെന്നറിയോ, ഇന്നലെയോ വ്യാഴാഴ്ച പറഞ്ഞത് ദീർഘകാലത്തേക്ക് ഇദ്ദേഹം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അപ്പം ട്രംപ് തനിക്ക് ശേഷമുള്ള വലിയൊരു നേതൃത്വത്തെ സംഭാവന ചെയ്യുക. അവിടെ കാണേണ്ട വേറൊരു ബ്യൂട്ടി എന്നാന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഉഷ ഇന്ത്യക്കാരിയാണ്. അപ്പൊ ഇമിഗ്രൻസിനോട് മൗലികമായി എതിർപ്പുള്ള ആളെ ചെയ്യത്തില്ലല്ലോ. അപ്പൊ ട്രംപിനെ കുറിച്ച് പറയുന്നതെല്ലാം ഒരു പരിധിക്കപ്പുറം തെറ്റാണ്. ഇത് ഞാൻ 2016 ട്രംപ് ആദ്യം വന്നപ്പം അമേരിക്കയിലുള്ള എൻ്റെ ഒരു ബന്ധുവിനോട് ഞാൻ പറഞ്ഞതായത് എന്താന്ന് പറഞ്ഞാല്, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ട്രംപിനെ കുറിച്ച് വലിയ താല്പര്യമില്ലാന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ പറയുന്നതൊക്കെ ശരി, പക്ഷെ ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ പറയുന്ന കാര്യം കുറച്ചുകൂടെ സൗമ്യമായിട്ട് വേറെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് എതിർക്കാൻ പോലും പറ്റില്ല. കാരണം ട്രംപ് ഈ സ്പീക്കിംഗ് ഫോർ അമേരിക്കയ്ക്ക് വേണ്ടിയാണ് ട്രംപ് സംസാരിക്കുന്നത്, അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടിയാണ്. നോബഡി വിൽ ബി ഇൻ എ പൊസിഷൻ ടു ക്വസ്റ്റ്യൻ ഹിം. അദ്ദേഹത്തിന്റെ ആ ഒരു മെസ്സേജ് ഡെലിവറി രീതി ഉണ്ടല്ലോ, സംഭാഷണത്തിന്റെ ശൈലിയൊക്കെ മാറിക്കഴിഞ്ഞാൽ പറ്റില്ല. ഇത് തന്നെ ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ട്രംപ് ഏകാധിപതിയാകും, ഭരണഘടന തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപിനെതിരെ ഉണ്ടാക്കിയെടുത്ത ഒരു ശത്രുതാഭാവം ഉണ്ടല്ലോ, ആ ശത്രുതാഭാവമാണ് ഭാരതത്തിൽ മോദിക്കെതിരെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിന്റെ അറിയണമെങ്കിൽ ഞാൻ നേരത്തെ നൂപർ ശർമ്മയുടെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ വന്ന് വേറെ പുതിയ കാര്യങ്ങൾ പാർലമെന്റിൽ കണ്ടില്ലേ. 3ാം തവണയും തോറ്റ് തൊപ്പിയിട്ട് കഴിഞ്ഞപ്പം ഇനിയും ഭാരതത്തിന് പുറത്തുള്ള മിത്രങ്ങളിൽ നിന്ന്, ചൈനയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ എന്തെങ്കിലും കിട്ടണമെങ്കിൽ പുതിയ കഥ മെനയണം, പുതിയ കഥകൾ മെനയണം, പുതിയ നാടകം നടത്തണം. ആ സാഹചര്യത്തിൽ ഗതികെട്ട ആ സാഹചര്യം വന്നപ്പം പാകിസ്ഥാനിലെ ചില രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് പോലെ ഭാരതത്തിലെ ഹിന്ദുവിനെതിരെ വേണ്ടാത്ത വർത്തമാനം പറയുന്ന രീതിയിലേക്കല്ല രാഹുൽ ഗാന്ധി പോയത്. അതും പാർലമെന്റിനകത്ത്. ഹിന്ദു കൊലപാതകയാണ്, ഹിന്ദു അക്രമകാരിയാണ്, കള്ളനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിംസ എന്നൊക്കെ പറഞ്ഞല്ലേ സംസാരം പോയത്. ഇതിന് ബിംബുണ്ടായതോടെ ഓർത്ത് നോക്കൂ. സോണിയ ആദ്യം എന്തെല്ലാം കാര്യങ്ങൾ നെറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്തത്. മോദി മോത് കാ സൗദാഗർ ഹേ, മരണത്തിന്റെ വ്യാപാരിയാണെന്ന്. അതൊന്നും ആരും ഒരു കുറ്റം. പിന്നെയോ ഏറ്റവും ഭയങ്കരമായ സംഗതി, സുബോധ് ഖാൻ സഹ പഴയ ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു. മോദി ഹിറ്റ്ലർക്ക് മോത് മരേങ്കി. വേറൊരുത്തം പറഞ്ഞു മോദി തേരി ഖബർ കുതേകി, മോദി നിങ്ങളുടെ ശവക്കുഴി ഞങ്ങൾ തോണ്ടാൻ പോവാണെന്ന്. ഹിറ്റ്ലറെ പോലെ മരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നവർക്ക് അതൊന്നും വിദ്വേഷ പ്രസംഗത്തിന്റെയോ വിദ്വേഷമായിട്ടും ആരും പറയുന്നില്ല. വേറൊരു സമാനത കാണുന്നുണ്ട് ഇതിന് മറുപടി കൊടുക്കുന്നതിനൊരു സമാനത. മോദി അങ്ങനെ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് ബാലക് ബുദ്ധിയാണ് പറഞ്ഞ് ബാലചാബല്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ വിഷയമായി. കാരണം ഇത് കാണുമ്പോൾ ഒരു പ്രധാന കാര്യം ഓർക്കണം. അമേരിക്കയിലെ കാര്യം തൽക്കാലത്തേക്ക് ഞാൻ മാറ്റി വെക്കുക. ഭാരതത്തിലെ പറയുമ്പം ഭാരതത്തിൽ മോദിക്കെതിരെ ശബ്ദിക്കുന്ന, മോദി എന്നുള്ള വാക്ക് ഒരു സെക്കൻഡ് മാറ്റി നിർത്തുക, മോദിക്ക് മാത്രമല്ല ഭാരതീയ ദേശീയതയ്ക്കും ഹിന്ദുവിനും എതിരെ, ഹൈന്ദവ ദേശീയ ശക്തികൾക്കെതിരെ പ്രവർത്തിക്കുന്ന 3 പ്രധാനപ്പെട്ട ശക്തികൾ, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ഇസ്ലാമിക തീവ്രവാദികൾ, ഇവരെല്ലാം അക്രമത്തിന്റെ ആളുകളാണ്. ഓർക്കണം,
ജവഹർലാൽ നെഹ്റു എന്താ ചെയ്തത്? മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെയെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി, തൂക്കിക്കൊന്ന് ഒഴിവാക്കി, അതിന്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവച്ചു. മാത്രമല്ല, അന്ന് മഹാരാഷ്ട്രയിലും മറ്റുമൊക്കെ കൊല നടത്തി, ഈ പേരും പറഞ്ഞിട്ട്. അതിന് നെഹ്റു കൂട്ടുനിന്നു. രണ്ടാമത് ലാൽ ബഹദൂർ ശാസ്ത്രി, ആർക്കും ഒരു സംശയം വേണ്ട, ലാൽ ബഹദൂർ ശാസ്ത്രി ഇല്ലാതാക്കിയതിന്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു, യാതൊരു സംശയം വേണ്ട. അതാണ് ഇന്ദിരയുടെ വരവിലേക്ക് നീക്കിയത്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയെയും ദീനദയാൽ ഉപാധ്യായും ഇല്ലാതാക്കി. വീണ്ടും ഇന്ദിരയുടെ കൊലപാതകവും രാജീവിന്റെ കൊലപാതകവും സഞ്ജയ് ഇല്ലാതായതിനെ കുറിച്ചൊക്കെ കൃത്യമായ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ യാഥാർത്ഥ്യം പുറത്തു വരും. എല്ലാം പോട്ടെ, ആ സീതാറാം കേസരി ആയിരുന്നില്ലേ കോൺഗ്രസ് പ്രസിഡന്റ്, ട്രഷററായിരുന്നു, പ്രസിഡന്റായി. അദ്ദേഹത്തെ പിടിച്ച് ചൈനയിലൊക്കെ ചെയ്യുന്നത്, ചൈനയിലെ രീതി തന്നെയാണ്, പിടിച്ചു നോക്കി കൊണ്ടുവന്ന് ബാത്റൂമിൽ തള്ളിയിട്ട് സോണിയ അന്ന് അധികാരം ഏറ്റെടുത്തത്. അദ്ദേഹത്തെ മരിച്ചു കഴിഞ്ഞപ്പോൾ പോലും അദ്ദേഹത്തിന്റെ ശവശരീരം AICC കയറ്റിയിട്ടില്ല. പിന്നെ രാജീവ് ഗാന്ധിയുടെ ആവശ്യത്തിന് വേണ്ടി ഇന്ദിര മരിച്ചു കഴിഞ്ഞപ്പം സിഖ് കലാപം, ഗാന്ധി മരിച്ച ശേഷം ഹിന്ദുവിനെ കൂട്ടക്കൊല ചെയ്തതുപോലെ ഇന്ദിര മരിച്ചു കഴിഞ്ഞപ്പം സിഖ് കൊലപാതകം. 2, ഇത് കോൺഗ്രസ്സുകാരുടെ സംഭാവനയാണെങ്കിൽ നമ്മുടെ മലബാറിലെ കൂട്ടക്കൊല തൊട്ടിട്ട് മാറാട് സംഭവം വരെയുള്ള നിരന്തര കൊലപാതകങ്ങളുടെ ശൃംഖലയാണ് ഇസ്ലാമിക തീവ്രവാദികളുടെ സംഭാവന. ഇനി കമ്മ്യൂണിസ്റ്റുകാരുടെ അത് കേരളത്തിൽ നിന്ന് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഒരു കാര്യം ഓർക്കണം, കേരളത്തിലെ പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് അതിനെ ആവർത്തിച്ച് പറയുകയാണ്, ജയകൃഷ്ണ മാസ്റ്ററെ വധിച്ചു കഴിഞ്ഞിട്ട് ആ കണ്ണ് ചൂടിനെടുത്തുന്ന പറയുന്നത്. മാത്രമല്ല, അതിനു മുമ്പ് ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ വിരൽ ചൂണ്ടി സംസാരിച്ചതിന് ആ മൃതശരീരത്തിന്റെ വിരൽ മുറിച്ചെടുത്ത് ആ സഖാവിന്റെ കാൽക്കൽ കൊണ്ട് വെച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. ഈ ക്രൂരതയുടെ പേരാണ് കേരളത്തിലെ കമ്മ്യൂണിസം, ഭാരതത്തിലെ കമ്മ്യൂണിസം. ഇതിന് കൂട്ടക്കൊലയുടെ സ്വഭാവമുണ്ട്. പശ്ചിമ ബംഗാളിലെ മാരിജാപ്പിയിൽ 10,000 പേരോളം കൊന്ന ജ്യോതി ബാസുവിന്റെ ചരിത്രം. ഈ 3 കൂട്ടരുകൾ ചേർന്നിട്ടാണ് പറയുന്നത് കൊലപാതകം ആണ്, മറ്റേ വർഗീയ കലാപം, ഹിന്ദുവാണ് കൊലപാതകി, ഹിന്ദുവാണ് പ്രശ്നക്കാരൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. എന്നിട്ട് അതിന്റെ പേരിൽ മോദിക്കെതിരെ, അതിന്റെ കാരണമുണ്ട്. ഇപ്പൊ അവിടെ നമ്മളൊരു കാര്യം ഓർക്കണം, 20 വയസ്സുള്ള കൊച്ചു പയ്യനാണ് ഈ കാര്യം ചെയ്തത്. അപ്പൊ ആ ചെറിയ ഇളം മനസ്സുകളിലേക്ക് പോലും ഈ വിദ്വേഷത്തിന്റെയും കൊലപാതകത്തിന്റെയും പ്രേരണ, ആ തീയിട്ട് കത്തിക്കാൻ നോക്കുന്ന ഈ ശക്തികള് അവിടെയും ഇവിടെയും ഒന്ന് തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോളറൈസ് ചെയ്യാനും ഇൻസ്റ്റിഗേറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നത് അവിടെയും ഈ പറഞ്ഞ 3 ശക്തികള്, ഇസ്ലാമിക തീവ്രവാദികള്, കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ആളുകള്, പിന്നെ 3ാമത് അധികാരം ആഗ്രഹിക്കുന്ന അവിടുത്തെ തനത് രാഷ്ട്രീയക്കാര്. അത് തന്നെ ഇവിടെയും. ഇവിടെ നക്സലുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞവർ ചെയ്ത കാര്യം ഓർക്കണം. 2013 നരേന്ദ്രമോദിയെ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റ്നയിൽ നടത്തിയ ബോംബ് സ്ഫോടനം, അദ്ദേഹം പ്രസംഗിക്കുന്ന സ്റ്റേജിന്റെ താഴെ അദ്ദേഹം അന്ന് പറഞ്ഞത് എന്താ പറഞ്ഞത്? ഇതെല്ലാം നമുക്ക് മറക്കാം, പട്ടിണിക്കെതിരെ ഒന്നിച്ചെന്ന് പോരാടാവുന്ന മോദി എന്ന് പറഞ്ഞത്. പക്ഷെ അത് പോരാ എന്നാണ് എനിക്കിപ്പോ ഇതെല്ലാം. അടുത്തതും കൂടെ ഒന്ന് ഓർത്തോളൂ, ഭീമ കൊറേഗാവ് സംഭവം. പഞ്ചാബിലെ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് അടുത്ത് തന്നെയുള്ള 2-3 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ വെച്ച് ഇദ്ദേഹത്തിന്റെ കാറ് തടഞ്ഞു നിർത്തിയത് വേണ്ട. ഈ അടുത്ത കാലത്തുണ്ടായ സംഭവം അത് UP വെച്ചാണെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിന്റെ ബാരിക്കേഡിന് ഈ കാർ കൂട്ടങ്ങൾ നേരെ ചെരുപ്പ് എന്തോ എടുത്തെറിഞ്ഞു. എറിഞ്ഞത് പോട്ടെ, ശത്രുക്കൾ ചെയ്യാം, പക്ഷെ അത് ബോംബായിരുന്നാലും കുഴപ്പമില്ലെന്നാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ളവരുടെ വ്യാഖ്യാനം. പിന്നെ വേറൊന്നോ, 6 മാസത്തിനകം ആളുകൾ വടിയെടുത്ത് ഇദ്ദേഹത്തിന് പുറത്തടിക്കും പോലും. അത് പറഞ്ഞിട്ട് അതിന് മറുപടിയൊക്കെ ഉണ്ടായി, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. എങ്കിലും എല്ലാ അർത്ഥത്തിലും അക്രമത്തിന് തോന്നലുണ്ടാക്കേണ്ട സാഹചര്യം വളർത്തിയെടുക്കുക. ഭാരതത്തിലും ജനങ്ങൾ എന്നും ആയുധമെടുത്ത മോദിയെ, നരേന്ദ്രമോദിയാണെങ്കിലും ദേശീയ ശക്തികളെയാണെങ്കിലും ആയുധമെടുത്ത് നേരിടുന്ന സാഹചര്യം ഉണ്ടാക്കുക, അതാണ് ലക്ഷ്യം.
അരാജകത്വം സൃഷ്ടിക്കുക, എങ്ങനെയെങ്കിലും ഭാരതത്തെ നശിപ്പിച്ചിട്ട് ഇവിടെ ഒരു രാഷ്ട്രീയ വിജയം നേടുക. ആ രാഷ്ട്രീയ വിജയം നേടുന്നതിന് പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ, ചക്രവർത്തി സോളമന്റെ അവിടുത്തെ കാര്യം, കുഞ്ഞിനെ മുറിച്ചിട്ടായാലും കുഴപ്പമില്ല, ഭാരതത്തിന് ടുക്കട ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു കഷണം കിട്ടിയാൽ മതി. അതാണ് നിരാശ പൂണ്ട രാഹുലിന്റെ ലക്ഷ്യം. ഇത് തന്നെയാണ് അമേരിക്കൻ ശക്തികളുടെയും മോഹം. തീർച്ചയായിട്ടും. പക്ഷേ ഭാരതം എന്നല്ല, ലോകത്തിലെ ജനാധിപത്യം, ഇത് ലോകത്തിലെ ജനാധിപത്യത്തിന് തന്നെയുള്ള ഒരു പരിശ്രമമായത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ. ലോക ജനാധിപത്യം ഒരു സ്വീകാര്യമായ വ്യവസ്ഥയല്ലെന്ന് കാണിക്കുന്നതിനും അതിന്റെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക, തെരഞ്ഞെടുപ്പിന്റെ ക്രെഡിബിലിറ്റി കളയുക. യഥാർത്ഥത്തിൽ അമേരിക്കയിലൊക്കെ എന്താ സംഭവിച്ചത്? ഒരു കാര്യം കൂടി ഞാനോട് പറഞ്ഞോട്ടെ. അമേരിക്ക ഇങ്ങോട്ട് പഠിപ്പിക്കുകയായിരുന്നു. എന്താ പറഞ്ഞത്? കേജ്രിവാളിനെതിരെ കേസെടുക്കരുതെന്നല്ല പറഞ്ഞത്. എന്നിട്ട് ഡൊണാൾഡ് ട്രംപിനെതിരെ കേസും ബുക്ക് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു. തെരഞ്ഞെടുപ്പ് മെഷീനറിയും ജുഡീഷ്യൽ സിസ്റ്റത്തെ എല്ലാം വേണ്ടത്ര ദുരുപയോഗം ചെയ്തു. ഇന്ന് ഭാരതത്തിന് തിരിച്ച് അമേരിക്കയോട് പറയാൻ അവസരം വന്നിരിക്കുകയാണ്. നിങ്ങൾ ജനാധിപത്യം മര്യാദകൾ പാലിക്കണം. ജയശങ്കർ പറയണം. ഭാരതത്തെ കണ്ടുപഠിക്കൂ എന്ന്, നരേന്ദ്രമോദിയെ കണ്ടുപഠിക്കൂ എന്ന് അമേരിക്കൻ ഭരണാധികാരിയോട് പറയുന്നതിനുള്ള അവസരം ഭാരതത്തിന് കൈവന്നിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയ ശൈലിയിൽ വേണ്ടാത്ത ഇടപെടലുകളില്ലാതെ ഭംഗിയായി ജനാധിപത്യ പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് ഇനിയെങ്കിലും ജോ ബൈഡനും കൂട്ടരും തയ്യാറാവട്ടെ എന്ന് പറഞ്ഞു നോക്കാം. വളരെ പോസിറ്റീവായ ഒരു സന്ദേശത്തിലാണ് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ അത്ര പോസിറ്റീവ് അല്ല. യഥാർത്ഥത്തിൽ ലോകമെമ്പാടും തന്നെ ജനാധിപത്യ ശക്തികൾക്കെതിരെ, ദേശീയവാദികൾക്കെതിരെ പ്രവർത്തിക്കുന്ന, കഴിയുന്നിടത്തെല്ലാം അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ, ഡാർക്ക് ഫോഴ്സസ് ലോകമെമ്പാടും ഉണ്ട്. സമാനമായ സാഹചര്യം ഭാരതത്തിലും അതോടൊപ്പം അമേരിക്കയിലും നിലനിൽക്കുന്നു എന്ന് പറയാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അവരതിന് ഉപയോഗിക്കുന്ന പ്രധാന ആയുധം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്കിടയിൽ വിദ്വേഷമുണ്ടാക്കുക, അവരെ അക്രമത്തിന് പ്രേരിപ്പിക്കുക, നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുക, അതോടൊപ്പം നേതാക്കന്മാർക്കെതിരെ, പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികൾക്കെതിരെ വലിയ തോതിൽ വിദ്വേഷമുണ്ടാക്കുക, അവർക്കെതിരെയുള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾ വലിയ തോതിൽ പരത്തി അതിന് വിശ്വാസ്യത നേടിയെടുക്കാൻ, അല്ലെങ്കിൽ അതിന് വിശ്വാസ്യത കൊടുക്കാനുള്ള ശ്രമം. ഇതൊരു ചെറിയ ശ്രമമല്ല. ഇതിൻ്റെ പിന്നിലൊരു വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. വളരെ ഓർഗനൈസ്ഡായി, ചിട്ടയായി പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യങ്ങളുടെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ ഇത്തരം ശക്തികൾക്കെതിരെ ജാഗ്രത പുലർത്തേണ്ട ആവശ്യം കൂടിയാണ് അമേരിക്കയിലെയും സമാനമായ ഭാരതത്തിലെയും രാഷ്ട്രീയ കാലാവസ്ഥ നമ്മളോട് പറയുന്ന പ്രധാന സന്ദേശം. നമസ്കാരം.